എവ്രിവൺ. ഈ ഒരു മന്ത് ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക്. ആ 30 എന്ന് പറഞ്ഞ ഡേറ്റും ആ ഒരു മന്തും ഭയങ്കര സ്പെഷ്യലാണ്. എന്താണ് കാരണം ഇനിയിപ്പോൾ ഞാനായിട്ട് പറയണ്ടല്ലോ. ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഏജ് കൂടുന്തോറും ബർത്ത്ഡേ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ത്രില്ലാണ് എനിക്ക്. ബർത്ത്ഡേസും ബർത്ത്ഡേ ഗിഫ്റ്റും അത് മീൻസ് അൺഎക്സ്പെക്റ്റഡായി ഗിഫ്റ്റ് കിട്ടുന്നതൊക്കെ ഭയങ്കര ഒരു ഹാപ്പി മൂമെൻറ്റ്സാണ്. ആർക്കാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സാണ് ഇതൊക്കെ. ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഇങ്ങനൊരു ഗിഫ്റ്റ് കിട്ടുന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് നോർമലി തരാറുണ്ട്, പക്ഷേ ഇങ്ങനെ ഗിഫ്റ്റ് തരുന്ന ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. ഇത് ആക്ച്വലി ചുംബക്കിൻ്റെ ഒരു വാച്ചാണ്. നല്ല പാർട്ടി വെയറിൻ്റെയും കാഷ്വൽ വെയറിൻ്റെ കൂടെ ഒക്കെ വെയറാൻ പറ്റിയ നല്ലൊരു വാച്ചാണിത്. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ട്രൈപോഡ്. നോർമലി എനിക്ക് വീഡിയോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പണ്ടേ ഇഷ്ടമാണ്. അങ്ങനെ വാങ്ങിയൊരു ട്രൈപോഡാണത്. ഇതാണ് മെയിൻ ഹൈലൈറ്റ്. ഇത് പറഞ്ഞാൽ പിക്ക് യുവർ ബർത്ത്ഡേ സർപ്രൈസ്. ഇതിലൊരു 5 to 6 ലോട്ട്സ് ഉണ്ടാവും. അതിലേത് ലോട്ടാണോ കിട്ടുക, അതിലുള്ളത് എന്താണോ അത് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതൊന്നെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതാവാം, കഫേ പോകുന്നതാവാം, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. എനിക്ക് എന്തായാലും കിട്ടിയത് എൻ്റെ ഫേവറേറ്റ് തിങ് തന്നെയായിരുന്നു. കിട്ടിയോ? എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ എന്ത് ഷോപ്പ് ചെയ്തിട്ടുണ്ടാവുന്നുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എനിക്ക് എന്നും കേക്ക് ഒരു വീക്ക്നെസ്സാണ്. അങ്ങനെ കേക്ക് ഹട്ടിൽ നിന്ന് വാങ്ങിയ പിസ്താഷ്യോൻ്റെ കേക്കായിരുന്നു അത്. കേക്ക് കിഡിലനായിരുന്നു ഗൈസ്. ട്രസ്റ്റ് മീ, നിങ്ങൾ കേക്ക് ഹട്ട് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു കേക്കാണത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരു ഹാപ്പി ഡേ ആയിരുന്നു അന്ന്. എന്നും മൈൻഡിൽ അല്ലെങ്കിൽ എന്നും മെമ്മറി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റിയ നല്ലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ഇത്. ഞങ്ങൾ രണ്ടാളും മാത്രമുള്ളൊരു ക്ലോസ് ബർത്ത്ഡേ സെലിബ്രേഷൻ. അതിനുശേഷം ബിരിയാണി, അതായിരുന്നു ഫുഡ്. നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ നെക്സ്റ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് ആ ലോട്ട് എടുത്തില്ലേ, അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ഫോറമാൾ വരെ പോയി. ഞാൻ ആക്ച്വലി ബാഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ആയി നല്ലൊരു സ്ലിംഗ് ബാഗോ ഹാൻഡ് ബാഗോ ഒക്കെ ഒന്ന് പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇതാ ഈ കണ്ട പോലെ കുറേ ഷോപ്പേഴ്സ് ഷോപ്പിൽ കയറി, ലൈഫ് സ്റ്റൈലിൽ കയറി, H&M നോക്കി. അവിടെയൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഹാൻഡ് ബാഗ് കിട്ടുമെന്നുള്ളത്. പിന്നെ ഹാൻഡ് ബാഗ് ചൂസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്നും ഒരു കൺഫ്യൂഷനാണ്. അങ്ങനെ എനിക്ക് കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ടൊരു ഹാൻഡ് ബാഗാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. എനിക്ക് കുറേ ചൂസ് ചെയ്തതിൽ ഇത് തന്നെയാണ് ബെറ്റർ എന്ന് തോന്നി. അങ്ങനെ ഇതന്നെ എടുത്തു. അലൻ സോളിയുടെ ഹാൻഡ് ബാഗാണ് ഞാൻ ചൂസ് ചെയ്തത്. അതിനുശേഷം പിന്നെ വിശപ്പിൻ്റെ അസുഖം കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ജസ്റ്റ് ഡൊമിനോസിൽ നിന്ന് പിസ്സ ഓർഡർ ചെയ്തു. BBQ പിസ്സ ആയിരുന്നു ഓർഡർ ചെയ്തത്. അതിനുശേഷം ഒരു സ്വീറ്റായിട്ട് എന്തെങ്കിലും ഡെസേർട്ട്സ് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഒരു ഡെസേർട്ടും ഫലൂദ നേഷനും ഓർഡർ ചെയ്തു. ഇറ്റ്സ് ആക്ച്വലി ഓക്കെ ആ ഒരു ഹൈപ്പിന് മാത്രമുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് റിട്ടേൺ പോകുന്നു. സോ യാ, താങ്ക് യു ഫോർ വാച്ചിങ്.